നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. GCC വിദേശകാര്യമന്ത്രിമാരുടെ യോഗം തിങ്കളാഴ്ച റിയാദിൽ നടക്കും. യോഗത്തിൽ അംഗരാജ്യങ്ങളിലെ എല്ലാ വിദേശകാര്യമന്ത്രിമാരും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തും. ഗൾഫ് സഹകരണ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ 161ാമത് യോഗമാണ് തിങ്കളാഴ്ച GCC ആസ്ഥാനമായ റിയാദിൽ വെച്ച് നടക്കുന്നത്. യോഗത്തിനിടയിൽ അംഗരാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തും. ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യയും തമ്മിൽ ഇത്തരത്തിലുള്ള ആദ്യ ചർച്ചയാണ് തിങ്കളാഴ്ചത്തെ യോഗത്തിനിടയിൽ നടക്കുക. GCC രാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ നിലനിൽക്കുന്ന സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് തന്ത്രപ്രധാനമായ ഈ ചർച്ചയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗൾഫ് സഹകരണ രാഷ്ട്രങ്ങളും റഷ്യയും തമ്മിൽ നടത്തുന്ന തന്ത്രപ്രധാനമായ ചർച്ചകളുടെ തുടർച്ചയായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും ഗൾഫ് വിദേശകാര്യമന്ത്രിമാർ സമാന ചർച്ച നടത്തും. ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം മോസ്കോയിൽ ഗൾഫ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരുകയും ആഗോളതലത്തിൽ സമാധാനം നിലനിർത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. അംഗരാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിനുള്ള ചർച്ചകളും മേഖലയിലും ആഗോളതലത്തിലും നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങളും യോഗത്തിൽ വിശകലനം ചെയ്യുമെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം ബുദായി അറിയിച്ചു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. സൗദിയിലെ സ്വകാര്യ മേഖലയിൽ കഴിഞ്ഞ മാസം 1 ലക്ഷത്തിലേറെ പേർക്ക് ജോലി ലഭിച്ചു. ഇതിൽ 70,000-ഓളം പേർ വിദേശികളാണ്. 92 ലക്ഷം വിദേശികളാണ് നിലവിൽ സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ മാസം മാത്രം 37,000-ഓളം സൗദി പൗരന്മാർക്ക് സ്വകാര്യ മേഖലയിൽ ജോലി ലഭിച്ചതായി നാഷണൽ ഒബ്സർവേറ്ററി ഫോർ സൗദി ലേബർ മാർക്കറ്റ് സർവേയുടെ കണക്കുകൾ പറയുന്നു. ഓഗസ്റ്റ് അവസാനത്തെ കണക്കുപ്രകാരം 1,15,70,000-ഓളം തൊഴിലാളികളാണ് സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത്. വിദേശികളാണ് ഇതിൽ കൂടുതലും. 3,90,000-ഓളം സ്ത്രീകൾ ഉൾപ്പെടെ 92 ലക്ഷം വിദേശികളാണ് സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ മാസം മാത്രം 70,000-ലധികം പ്രവാസികൾക്ക് സൗദിയിൽ പുതുതായി ജോലി ലഭിച്ചതായാണ് റിപ്പോർട്ട്. ജൂലൈ മാസത്തേക്കാൾ ഓഗസ്റ്റിൽ ജോലി ചെയ്യുന്ന വിദേശികളുടെ എണ്ണം 71,000-ലധികം വർദ്ധിച്ചു. നിലവിൽ 23,70,000-ഓളം സ്വദേശികളാണ് സൗദിയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ 9,72,000-ഓളം സ്ത്രീകളാണ്. 24 ജിദ്ദ. UAE-യിൽ സീസണൽ വാക്സിനേഷൻ ക്യാമ്പയിന് തിങ്കളാഴ്ച തുടക്കം. രാജ്യത്തെ പൗരന്മാർ, താമസക്കാർ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തും. പകർച്ചപ്പനി ബാധിച്ചാലും അതിന്റെ തീവ്രത കുറയ്ക്കാൻ പ്രതിരോധ മരുന്നിന് കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു. പകർച്ചപ്പനിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന സീസണൽ വാക്സിനേഷൻ ക്യാമ്പയിനാണ് തിങ്കളാഴ്ച തുടക്കമാവുക. പൊതുജനങ്ങൾക്കിടയിൽ പകർച്ചപ്പനിക്കെതിരായ കുത്തിവയ്പ് പ്രോത്സാഹിപ്പിക്കുകയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. പൗരന്മാർ, താമസക്കാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ എല്ലാ ജനവിഭാഗങ്ങളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തും. വയോധികർ, ഗർഭിണികൾ, രോഗികൾ എന്നിവരുൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളവരിലായിരിക്കും ക്യാമ്പയിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എമിറേറ്റ് ഹെൽത്ത് സർവീസസ്, അബുദാബി പബ്ലിക് ഹെൽത്ത് സെന്റർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് അബുദാബി, ദുബായ് ഹെൽത്ത് അതോറിറ്റി, ദുബായ് ഹെൽത്ത് എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പകർച്ചപ്പനി ബാധിച്ചാലും അതിന്റെ പ്രത്യാഘാതം കുറയ്ക്കാൻ കുത്തിവയ്പ്പിന് കഴിയുമെന്ന് അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ദോഹയിൽ നിന്ന് ബംഗളൂരിലേക്കുള്ള വിമാനത്തിൽ 14 വയസ്സുകാരെ ലൈംഗികമായി അതിക്രമിച്ച കേസിൽ പ്രതിക്ക് 3 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചു. ഖത്തറിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശിയായ മുരുകേഷിനെയാണ് ബംഗളൂരിലെ പ്രത്യേക കോടതി ശിക്ഷിച്ചത്. 2023 ജൂൺ 27-നാണ് കേസിനാസ്പദമായ സംഭവം. ഇന്ത്യൻ ഫാർമസിസ്റ്റ് അസോസിയേഷൻ ഖത്തർ ഐപാക് സംഘടിപ്പിച്ച ബാഡ്മിന്റൺ ടൂർണമെന്റിൽ സത്താർ, അഖിൽ സുരേന്ദ്രൻ സഖ്യം ചാമ്പ്യന്മാരായി. ഐപാക് സ്പോർട്സ് ഫിയസ്റ്റയുടെ ഭാഗമായി 4 ഗ്രൂപ്പുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 16 ടീമുകളാണ് മാറ്റുരച്ചത്. ഷർബോൺ ബാഡ്മിന്റൺ കോർട്ടിൽ നടന്ന ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ICBV അഡ്വൈസറി ബോർഡ് ചെയർമാൻ SM ബഷീർ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിൽ സ്വകാര്യ കമ്പനികളിലെ ജോലിയൊഴിവുകളും തൊഴിലവസരങ്ങളും അറിയുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഓൺലൈൻ പ്ലാറ്റ്ഫോം യാഥാർത്ഥ്യമാക്കി. സ്വദേശി തൊഴിലാളികളുടെ പേര് വിവരം രജിസ്റ്റർ ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങില്ല. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ വെബ്സൈറ്റ് എല്ലാ തൊഴിലന്വേഷകർക്കും ഉപയോഗപ്പെടുത്താമെന്നും അധികൃതർ പറഞ്ഞു. കുവൈറ്റിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇറ്റാലിയൻ ഫെസ്റ്റിവലിന് തുടക്കം. ലെറ്റ്സ് ഇറ്റാലിയൻ 2024 എന്ന പേരിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഒരാഴ്ച നീണ്ടു നിൽക്കും. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഖുറൈൻ ഔട്ട്ലെറ്റിൽ ഇറ്റാലിയൻ അംബാസിഡർ ലോറൻസോ മോർനി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ഇറ്റാലിയൻ സ്മാരകങ്ങളുടെ പ്രദർശനം, ഇറ്റാലിയൻ സംഗീത പ്രദർശനം എന്നിവ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്.
ഇറ്റാലിയൻ ക്ലാസിക് പിസ്സ, പാസ്റ്റ കൂടാതെ പ്രാദേശിക ഇറ്റാലിയൻ ഭക്ഷ്യവിഭവങ്ങൾ ലഭിക്കുന്ന ഇറ്റാലിയൻ ഫുഡ് സ്ട്രീറ്റ് സ്റ്റാളുകൾ എന്നിവ ആകർഷണമാണ്. ഇറ്റാലിയൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. ഗൾഫ് ഫോക്കസ് തുടരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം ഉടനില്ല. അൻവർ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പി ശശിയെക്കുറിച്ച് പറയുന്നില്ലെന്നും പോലീസ് അന്വേഷണത്തിൽ പി ശശിക്കെതിരെ തെറ്റുകൾ കണ്ടെത്തിയാൽ പരിശോധിക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. പി ശശിക്കെതിരെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി എഴുതി നൽകുമെന്ന് PV അൻവർ പറഞ്ഞു. സ്വയം പ്രതിരോധം തീർത്താണ് തൽക്കാലം പി ശശിക്കെതിരെ പരിശോധന വേണ്ടെന്ന CPIM തീരുമാനം. ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് PV അൻവർ പരാതിയിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് സർക്കാർ തലത്തിലാണ് അത് പരിശോധിക്കുക. അൻവറിന്റെ പരാതിയിൽ പി ശശിയുടെ പേരില്ല. പോലീസ് അന്വേഷണത്തിൽ പി ശശിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തിയാൽ അന്വേഷിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി തലത്തിൽ പരാതി ലഭിച്ചാൽ പരാതി പാർട്ടി തന്നെ പരിശോധിക്കും. ഇപ്പോഴും അമ്മാതിരിയുള്ള ഒരു പരാതി ഉണ്ടായിട്ടില്ല. ശശിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കും ഇപ്പോൾ കടക്കേണ്ട കാര്യമില്ല. അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുമല്ലോ. അതായത് അവരുമായി ബന്ധപ്പെട്ടതും അവരുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ, അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. MV ഗോവിന്ദന്റെ പരാമർശത്തിന് പിന്നാലെ പി ശശിക്കെതിരെ പരാതി പാർട്ടി സെക്രട്ടറിക്ക് എഴുതി നൽകുമെന്ന് PV അൻവർ. അല്ല, പരാതി ഞാൻ കൊടുക്കും. ഞാൻ ബഹുമാനപ്പെട്ട സെക്രട്ടറി എന്താ പറഞ്ഞു പരാതി എഴുതി തന്നെ അന്വേഷിക്കുന്നല്ലോ പറഞ്ഞത്. ഞാൻ എഴുതി കൊടുക്കും. എന്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കില്ല, അത് ഞാൻ എഴുതി കൊടുക്കും. PV അൻവർ വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിച്ചത് തെറ്റെന്നും സംസ്ഥാന സെക്രട്ടറി. ഒരു ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായ ഒരു ചോദ്യമാണ്. അങ്ങനെയല്ല. പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അൻവർ എന്നുള്ളതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അൻവറെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതേസമയം അൻവറിന്റെ പരാതി ഗൗരവത്തിൽ പരിഗണിക്കണമെന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നു. സുജിത് ദാസിനെതിരെ നടപടിയെടുത്തത് മെറിറ്റ് ഉണ്ടായതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. ബാക്കി കാര്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെയെന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം. EP ജയരാജന്റെ പിണക്കത്തിലും PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളിലും കലങ്ങി മറിഞ്ഞ CPIM രാഷ്ട്രീയം. ബ്രാഞ്ച് സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ജാഗ്രതയോടെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ സർക്കാരിൽ സമാന്തര അധികാര സംവിധാനം ഇല്ലെന്ന പ്രഖ്യാപനവുമായി P ജയരാജൻ രംഗത്തെത്തി. അതേസമയം LDF കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ട് EP ജയരാജൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ എത്തിയില്ല. PV അൻവർ തുറന്നുവിട്ട ആരോപണങ്ങൾ CPIM ബ്രാഞ്ച് സമ്മേളനങ്ങളെ ചെറുതല്ലാതെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. PV അൻവറിന്റെ ആരോപണങ്ങളാകട്ടെ ഒന്നിനു പിറകെ ഒന്നായി പുതിയ വെളിപ്പെടുത്തലുകളിലേക്ക് വഴി തുറക്കുന്നു. CPIM-ൽ മുൻപില്ലാത്ത ഒരു ശാക്തിക ചേരി രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പിന്തുണയില്ലാതെ PV അൻവർ ഇത്ര കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നു. ഇതിനെല്ലാം പിന്നിലുള്ളവരിൽ P ജയരാജനുമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുമെന്ന അഭ്യൂഹം വരെ ശക്തമായി. ഇതോടെയാണ് P ശശിയെ തള്ളിപ്പറയുകയും PV അൻവറിനെ പിന്തുണയ്ക്കുകയും ചെയ്ത റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞ് P ജയരാജൻ രംഗത്തെത്തിയത്. അപ്പോഴും PV അൻവറിനോടുള്ളത് സുരക്ഷിത അകലം മാത്രമെന്ന് വ്യക്തം. എനിക്ക് ഈ റെഡ് ആർമിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങളുമല്ലാതെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഞാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്കത്തരം ഒരു മാധ്യമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് ആളുകൾ വരുന്നു എന്ന നിലക്ക് എൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം വ്യാജ വാർത്തകളൊന്നും കേരളത്തിലെ പ്രബുദ്ധമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ സംസ്കാരമുള്ള ജനങ്ങൾക്കിടയിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല. പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യമിട്ടിട്ട് പല വ്യാജ വാർത്തകളും വലതുപക്ഷ മാധ്യമങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതൊന്നും കേരളത്തിൽ വിലപ്പോകുന്ന പ്രശ്നമില്ല. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുസ്തകം ഉടൻ പുറത്തിറങ്ങുമെന്നും P ജയരാജൻ അറിയിച്ചു. LDF കൺവീനർ സ്ഥാനം പോയതോടെ പിണങ്ങിയ EP ജയരാജനും പുസ്തകമെഴുത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. പാർട്ടിയുമായുള്ള അകലം തുടരുമെന്ന് വ്യക്തമാക്കിയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള EP ജയരാജന്റെ വിട്ടുനിൽക്കൽ. തുടർച്ചയായി കമ്മിറ്റികളിൽ നിന്ന് വിട്ടുനിന്ന സമകാലിക ചരിത്രമുണ്ട് EP ജയരാജന്. പിന്നീട് മുഖ്യമന്ത്രി അടക്കം അനുനയിപ്പിച്ചാണ് നേതൃനിരയിൽ സജീവമാക്കിയത്. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അത്ര ലളിതമല്ലെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ ഉറപ്പിച്ചു പറയുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. PV അൻവർ MLA വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്.
KPC അധ്യക്ഷൻ K. സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പോലീസുകാരുടെ തോന്നിവാസം അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് KPC അധ്യക്ഷൻ K. സുധാകരൻ ആവശ്യപ്പെട്ടു. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്താനുള്ള ധൈര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലെന്ന് VD സതീശൻ വിമർശിച്ചു. മുഖ്യമന്ത്രിക്ക് മനുഷ്യ ജീവിതത്തിന്റെ സ്പന്ദിക്കുന്ന ഹൃദയത്തുടിപ്പ് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭീകര ജീവിയാണ് എന്റെ നാട്ടുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഇവിടെ ഒരു നീതിന്യായവുമില്ല, നീതിയുമില്ല, നീതിബോധവുമില്ല. ഭരണരംഗത്തൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രി. കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. വീട്ടമ്മയുടെ പീഡനാരോപണത്തിന് പിന്നിൽ മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുന്നതിലെ വിരോധമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ. വാർത്തയ്ക്ക് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നും നിയമപരമായി നേരിടുമെന്നും മുൻ SP സുജിത് ദാസും DYSP VV ബെന്നിയും CI വിനോദ് വലിയാട്ടൂരും പറഞ്ഞു. 3 പേരും ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു വീട്ടമ്മയുടെ പരാതി. മുൻ മലപ്പുറം SP സുജിത് ദാസ് IPS, DYSP VV ബെന്നി, SHO വിനോദ് മലയാറ്റൂർ എന്നിവർ ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. വിളിച്ച് കൊച്ചിനെ കൊണ്ടുവരണ്ട, നീ തനിച്ച് വായോന്ന്. അപ്പൊ ഞാൻ പോയി SP ഓഫീസും കഴിഞ്ഞിട്ട് കുറച്ച് ദൂരെ പോയി. പക്ഷെ എനിക്ക് സ്ഥലം അവിടെ കിട്ടായിട്ട് കറിയില്ല. ഞാൻ അവിടെ പോയപ്പോ SP മാത്രം ഒരു ചർച്ച് വീട്, ഒരു നില വീട്. ആരോപണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണെന്ന് VV ബെന്നി പ്രതികരിച്ചു. വാർത്ത ആദ്യം നൽകിയ ചാനലിന്റെ ഉടമകളാണ് ആരോപണത്തിന് പിന്നിൽ. മുട്ടിൽ മരമുറി കേസിലെ വൈരാഗ്യമാണ് കാരണമെന്നും VV ബെന്നി 24-നോട് പറഞ്ഞു. ഇത് ഇപ്പോൾ എനിക്കെതിരെയുള്ള ആരോപണം ആദ്യം പുറത്തു വിട്ടിരിക്കുന്ന ഒരു ചാനൽ, അതിനാണ് ഇന്റർവ്യൂ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആ ചാനലിൻ്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് ഈ കേസിലെ മെയിൻ അക്യൂസ്ഡാണ്. ആ ഒരു വ്യക്തിവിരോധം തീർക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുള്ളൂ. തനിക്കെതിരെയുള്ളത് വ്യാജ പരാതിയെന്ന് CI വിനോദ് മലയാറ്റൂരും പ്രതികരിച്ചു. താനൂർ കസ്റ്റഡി മരണക്കേസിൽ നടപടി നേരിട്ട SI കൃഷ്ണലാലിന്റെ വീട്ടിലെ ജോലിക്കാരിയാണ് പരാതിക്കാരിയെന്നും ഇവർ നേരത്തെ പല പരാതികളും നൽകുകയും സ്റ്റേഷന് പുറത്ത് ഒത്തുതീർപ്പാക്കാറുമാണ് പതിവെന്നും CI പറഞ്ഞു. ഇതറിഞ്ഞതോടെ ഇവരുടെ എല്ലാ പരാതികളും കേസെടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും CI വിനോദ് ആവശ്യപ്പെട്ടു. ചില പോലീസുകാരോട് പറഞ്ഞു, സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കുമെതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്തു വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് വിശദമായി അന്വേഷിക്കാം എന്ന് പറഞ്ഞു. ആരോപണത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് SP സുജിത് ദാസും പ്രതികരിച്ചു. ഞാൻ ഇതിന്റെ പുറകിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഞാൻ കാണുന്നുണ്ട്. നിയമപരമായിട്ട് എടുക്കേണ്ട നടപടികൾക്ക് ക്രിമിനലായിട്ടും സിവിലായിട്ടും ഉള്ള ഡീഫേമേഷൻ നടപടികൾ ഞാൻ ചെയ്യുന്നുണ്ട്. 24 തിരൂർ. മുൻ SP സുജിത് ദാസ് ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ച് കടത്തിയ കേസിൽ തൃശൂർ DIG നാളെ തന്റെ മൊഴിയെടുക്കുമെന്ന് PV അൻവർ MLA. അന്വേഷണത്തിന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പോലീസിൽ ചില പുഴുക്കുത്തുകളുണ്ട്. തൃശൂർ DIG നല്ല ഉദ്യോഗസ്ഥനാണെന്ന് വിശ്വസിക്കുന്നുവെന്നും PV അൻവർ പ്രതികരിച്ചു. നാളെ തൃശൂർ DIG എൻ്റെ മൊഴിയെടുക്കാൻ വരികയാണ്. അദ്ദേഹത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ കൂടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അന്വേഷണത്തിൽ നീതി ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ പോലീസിൽ പുഴുക്കുത്തുകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. തൃശൂർ IG കുറിച്ച് എനിക്ക് കിട്ടിയ വിവരം അദ്ദേഹം ഒരു നല്ല ഓഫീസറാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കിയതിൽ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സത്യസന്ധമായൊരു അന്വേഷണം അദ്ദേഹം നടത്തിയേക്കാം. എടവണ്ണ റിദാൻ ബാസിൽ വധക്കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് PV അൻവർ. ഷാനുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സമ്മതിക്കാൻ റിദാന്റെ ഭാര്യയെ പോലീസ് മർദ്ദിച്ചു. കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്തിൽ പോലീസിന് പങ്കുണ്ട്. കഴിഞ്ഞ വർഷം പോലീസ് പിടിച്ച കേസുകളിൽ 156 കസ്റ്റംസിന് കൈമാറിയിട്ടില്ല. ഹെഡ് മാസ്റ്റർക്കെതിരെ പ്യൂൺ ആണോ അന്വേഷിക്കുന്നതെന്ന് അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ വ്യക്തമാകുമെന്നും PV അൻവർ പ്രതികരിച്ചു. നീയും ഈ കൊന്ന ഷാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് പോലീസ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഭർത്താവ് മരിച്ച് 3ാമത്തെ ദിവസമാണ്. ഈ കുട്ടിയെ ഭീകരമായി മർദ്ദിക്കുകയാണ്. ഈ പെൺകുട്ടിയെ കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ 156 കേസ്.
156 മാസ്റ്റർക്കെതിരെ പ്യൂൺ അന്വേഷിക്കുന്ന കാര്യം തീരുമാനിക്കപ്പെടുന്നത് 30ാമത്തെ ദിവസം ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ്. ഈ അന്വേഷണ പരിധിയിൽ ഈ പറയുന്ന ഞാൻ കൊടും ക്രിമിനൽ എന്ന് വിളിക്കുന്ന ADGP അജിത് കുമാർ അടക്കം ഈ കേസിന്റെ കണ്ണിയാണോ എന്നാണ് DGPയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. മുൻ ജില്ലാ പോലീസ് മേധാവി അടക്കം ഉന്നത പോലീസ് നേതൃത്വത്തിനെതിരെ ബലാത്സംഗ ആരോപണം ഉയർന്നതോടെ ആഭ്യന്തര വകുപ്പ് വീണ്ടും പ്രതിക്കൂട്ടിലായിരിക്കുന്നു. പരാതിയുമായി സമീപിക്കുന്ന സ്ത്രീകളെ SP അടക്കം വലയിലാക്കി ദുരുപയോഗം ചെയ്യുന്ന ആരോപണം ഇടതു സർക്കാർ സ്ത്രീപക്ഷത്താണെന്ന അവകാശവാദത്തിന്റെ മുനയൊടിക്കുന്നതാണ്. ഓരോ ദിവസവും പുതിയ പരാതിക്കാർ രംഗത്ത് വരുന്നത് മലപ്പുറത്തിനിയും അൻവർ ഇഫക്റ്റിന്റെ ചലനങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നൽകുന്നു. SP, DYSP, CI ഒരു ജില്ലയിലെ പോലീസിന്റെ അധികാര ശ്രേണിയാണിത്. ഈ 3 പദവികളിൽ ഇരിക്കുന്നവർ പരാതിയുമായെത്തിയ സ്ത്രീയെ പീഡിപ്പിച്ചെന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. നീതി തേടി സമീപിക്കുന്ന സംവിധാനം സെക്സ് റാക്കറ്റ് പോലെ പ്രവർത്തിക്കുന്നെന്ന ആരോപണം ഗുരുതരമാണ്. സാധാരണഗതിയിൽ പോലീസ് നേതൃത്വത്തിനെതിരെ ആരോപണമുയർന്നാൽ ഉദ്യോഗസ്ഥർ പരസ്യ പ്രതികരണത്തിന് മുതിരാറില്ല. എന്നാൽ പ്രശ്നത്തിന്റെ ഗൗരവം മുന്നിൽ കണ്ടാണ് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം ഇന്ന് പുറത്തുവന്ന വിശദീകരണം നൽകിയത്. വാർത്താ സമ്മേളനം വിളിച്ച മട്ടിലായിരുന്നു പലരുടെയും പ്രതികരണം. ഉന്നതോദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് മാധ്യമങ്ങളെ കണ്ടതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതും യാദൃശ്ചികമല്ല. ഒരു വെറും പരാതിക്കാരിയല്ല തങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്ന ഉത്തമ ബോധ്യമാണ് ഉദ്യോഗസ്ഥരുടെ ഈ പ്രതികരണം വ്യക്തമാക്കുന്നത്. പിന്നിലുള്ള അൻവർ എന്ന ശക്തിയെ അവർ തിരിച്ചറിയുന്നു. SP-മാരായ സുജിത് ദാസിനും ശശിധരനും നേർക്കു മാത്രമല്ല അൻവറിന്റെ യുദ്ധമെന്നും മനസ്സിലാക്കുന്നു. നേരത്തെ തങ്ങൾക്ക് അതൃപ്തിയുണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർക്കെതിരെ അൻവർ രംഗത്ത് വന്നപ്പോൾ സേനയിലെ ഒരു വിഭാഗത്തിന്റെ നിശബ്ദ പിന്തുണയുണ്ടായിരുന്നു. അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ സേനയെ ശുദ്ധീകരിക്കാൻ സഹായിക്കുമെന്ന് കണ്ടായിരുന്നു ഈ പിന്തുണ. എന്നാൽ പരിധി വിട്ടുള്ള നീക്കത്തിലേക്ക് അൻവർ കടന്നതോടെ സാഹചര്യം മാറി. അൻവർ ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് തിരിച്ചറിഞ്ഞതോടെ സേന ഒറ്റക്കെട്ടായി. പോലീസും അൻവറും മലപ്പുറത്തിപ്പോൾ മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമാണ്. അൻവറിന്റെ അടുത്ത വെടിപൊട്ടിക്കൽ എന്താകുമെന്നതാണ് ഇനി അറിയേണ്ടത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. PV അൻവറിന്റെ ആരോപണങ്ങൾ പ്രത്യേകമായി ഏറ്റെടുത്തുള്ള പ്രചാരണത്തിന് മുസ്ലിം ലീഗ് ഒരുങ്ങുന്നു. പാർട്ടിയുടെ താഴെത്തല മുതൽ അണികളെ നിരത്തി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ലീഗിന്റെ തീരുമാനം. ഇടത്തോട്ട് ചായുള്ള അണികളെ ഉറപ്പിച്ചു നിർത്താനും CPIM-ന്റെ മലപ്പുറം പരീക്ഷണത്തെ തടയുന്നതിനുമാണ് അൻവറിനെ തന്നെ കരുവാക്കിയുള്ള ലീഗിന്റെ നീക്കം. TK ഹംസ, ഡോക്ടർ KT ജലീൽ, PV അൻവർ, V അബ്ദുറഹ്മാൻ. കോൺഗ്രസും ലീഗും വിട്ട് ഇടതുപാളയത്തിലെത്തിയവർ. മലപ്പുറത്ത് CPIM-ന്റെ പരീക്ഷണ വിജയങ്ങൾ. ഇവരിൽ മറ്റാരെക്കാളും ഇപ്പോൾ മുസ്ലിം ലീഗിന് സ്വീകാര്യനായി PV അൻവർ മാറുകയാണ്. അൻവറിന്റെ ആരോപണങ്ങൾക്ക് ജില്ലാ CPM-ന്റെ പിന്തുണയില്ലാത്തപ്പോഴാണ് അൻവർ ലീഗിന് ഏൽപ്പിച്ച ക്ഷതം മറക്കാൻ തയ്യാറായി കുഞ്ഞാലിക്കുട്ടി തന്നെ രംഗത്ത് വന്നത്. വെളിപ്പെടുത്തത് ആര് എന്നുള്ളതല്ല, പക്ഷേ ആരെന്ത് പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. താഴെ തരം തൊട്ട് മേലെ തരം വരെ പ്രക്ഷോഭ പരിപാടികളും ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകാൻ പോവാം. ഇപ്പോൾ കടുത്ത എതിരാളിയെങ്കിലും PV അൻവറിനുള്ള ജനസ്വാധീനം ലീഗ് ചെറുതായി കാണുന്നില്ല. അൻവറിനെ അടക്കം വെച്ച് ലീഗിന്റെ ശക്തികേന്ദ്രങ്ങളിൽ CPIM നടത്തുന്ന പരീക്ഷണങ്ങൾക്ക് തടയിടണം. ഇടത്തോട്ട് ചായുന്ന അണികളെ ഉറപ്പിച്ചു നിർത്തണം. ലീഗിന്റെ ഉദ്ദേശം വ്യക്തം. നിലപാടിൽ ഉറച്ചു നിന്നാൽ അൻവറിനെ സംരക്ഷിക്കുമെന്ന് UDF കൺവീനർ MM ഹസനെക്കൊണ്ട് ഇന്നലെ പറയിപ്പിച്ചതിന് പിന്നിലും ലീഗ് തന്നെ. പൊളിറ്റിക്കൽ ഡെസ്ക് 24. കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് ആട്ടൂർ തിരോധാനത്തിൽ കേസ് ജഡ്ജി നേരിട്ട് പരിശോധിക്കാൻ DGP. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളും DGP പരിശോധിച്ചേക്കും. CBI അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് മുഹമ്മദ് ആട്ടൂരിന്റെ മകൾ അദീബ നൈന 24-നോട് പറഞ്ഞു. വ്യവസായി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ ADGP MR അജിത് കുമാറിനുൾപ്പെടെ പങ്കുണ്ടെന്നായിരുന്നു PV അൻവർ MLA-യുടെ ആരോപണം. പിന്നാലെ കുടുംബവും പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഈ സാഹചര്യത്തിലാണ് ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള DGP ഷേഖ് ദർവേഷ് സാഹിബിന്റെ നീക്കം. മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് ഡയറിയും DGP നേരിട്ട് പരിശോധിക്കും. അതേസമയം പോലീസിനെതിരെ വീണ്ടും മാമിയുടെ കുടുംബം രംഗത്തെത്തി. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ പോലീസ് അലംഭാവം കാണിച്ചെന്നും CBI-യിലാണ് പ്രതീക്ഷയെന്നും മകൾ അദീബ നൈന 24-നോട് പറഞ്ഞു. അവരുടെ ഫോൾട്ട് തന്നെയാണ്, അവർ നല്ല രീതിയിൽ അതെ നമ്മളോട് പിന്നെ ഇലക്ഷൻ സമയത്ത് വന്ന CI സാർ നമ്മളോട് പറഞ്ഞു, ഒരു ഗോൾഡൻ ഹവേഴ്സ് അവർ നഷ്ടപ്പെടുത്തി എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം ലീക്ക് ആവുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്നാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അന്വേഷണം CBI-ക്ക് വിടാമെന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ ചുമതലയുള്ള മലപ്പുറം SP S ശശിധരൻ DGP-ക്ക് കൈമാറിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി അടുത്ത മാസം 1-ന് ഹൈക്കോടതി പരിഗണിക്കും. 24 കോഴിക്കോട്. ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.